ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈത്തപ്പഴവും പച്ചരിയും വെച്ചിട്ട് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറെങ്കിലും പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നല്ലോണം കഴുകി ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ചധികം തന്നെ ഈത്തപ്പഴം ചേർക്കുക. ഈത്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കൂടുതലായിട്ട് ചേർക്കുക. അതായത് രണ്ടും സമമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഈത്തപ്പഴം പറ്റ കുറഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഈക്വലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു പച്ചരിയും ഈത്തപ്പഴം എല്ലാം കൂടി നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിതവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ബാച്ചും കൂടി ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ ഞാനവിടെ ഈത്തപ്പഴവും പച്ചരിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ബാച്ചിൽ പച്ചരിൻ്റെ കൂടെ തന്നെ ഏലക്കായും കുറച്ചൊരു 4-5 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 4-5 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് കുറച്ച് നല്ല ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഈസ്റ്റും പിന്നെ ചെറിയ ജീരകം കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൻ്റെ അടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണേ. ഇനിയൊരു നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നുകൂടി അങ്ങ് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. ഇനി ഒരു അരച്ചെടുത്ത ഒരു മിക്സിലേക്ക് തന്നെ വീണ്ടും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും കൂടിയും കൂടുതലായിട്ടുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. തേങ്ങ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട. ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും മതി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു അപ്പം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാനതിലേക്ക് ബാക്കിയുള്ള ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടിയും കൂട്ടി നമ്മൾ അടിച്ചെടുത്തല്ലോ ആ ഒരു മിക്സും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ മധുരത്തിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ശർക്കര നല്ലോണം ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരിച്ചിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ലോണം അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. ഈ ഒരു ശർക്കരപ്പാനി നല്ലോണം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഒഴിച്ചെടുക്കുമ്പോൾ കൈവിടാതെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണമല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ടയായിട്ട് നിൽക്കട്ടെ ഈ ഒരു മാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചുടനെ തന്നെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ലോണം തിക്കാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് ബാക്കിയുള്ളൊരു 2-3 ഈത്തപ്പഴം കൂടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഞാനിവിടെ തേങ്ങ ചെറുകിയത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്കി വന്ന കുറച്ചൊരു തേങ്ങയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം വെക്കണം എന്നൊന്നുമില്ല. എന്നാലൊരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു മാവ് കോരി ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടെടുത്ത് 2 വശവും ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴം പച്ചരിയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്